അതിശക്തമായ മഴയിലും പ്രകൃതി ദുരന്തങ്ങളിലും വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം. മലയാള മണ്ണിന് പഴയ സുരക്ഷിതത്വമില്ല എന്ന യാഥാർത്ഥ്യം മലയാളികൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷം. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ അഭിമാനത്തോടുകൂടി അല്ലെങ്കിൽ അല്പം അഹങ്കാരത്തോടുകൂടി പറയുമായിരുന്നു, കേരളം സുരക്ഷിതമാണ്, ഇവിടെ പ്രകൃതി ദുരന്തങ്ങളില്ല എന്ന്. അന്നൊക്കെ ആസാമിലും മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും നടക്കുന്ന പ്രകൃതി ദുരന്ത വാർത്തകൾ വായിക്കുമ്പോൾ നമ്മൾ സ്വയം സമാധാനിച്ചിരുന്നു, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ തടയാനുള്ള ഏക മാർഗം എന്നത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്നും ജനവാസ മേഖലകളെ ഒഴിവാക്കുക എന്നാണ്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കുക എന്ന വളരെ സങ്കീർണമായൊരു നടപടിയാണ് ഏതൊരു സർക്കാരായാലും സ്വീകരിക്കേണ്ടത്. രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കാതെ ഭരിക്കുന്ന സർക്കാരിനെ, ഭരണകൂടത്തെ, ഔദ്യോഗിക സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യേണ്ട സമയമാണിത്. പുനരധിവാസം, പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്നുള്ള പുനരധിവാസം എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏറ്റവും സങ്കീർണവും കാലങ്ങളെടുക്കുന്ന വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയുമാണ്. എന്നാൽ അതല്ലാതെ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ വേറൊരു മാർഗവുമില്ല എന്നതാണ് സത്യം. മഴക്കെടുതിയും പ്രകൃതി ദുരന്തങ്ങളും കൊണ്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന കേരളത്തിന്റെ നേർക്കാഴ്ചകളിലൂടെയാണ് RR ടോക്ക് സഞ്ചരിക്കുന്നത്. വയനാട് മുണ്ടക്കയിലെ ദുരന്തത്തിന്റെ വ്യാപ്തി അറിയുവാൻ കൂടുതലായി എങ്ങും തിരയേണ്ടതില്ല. ഈ മനുഷ്യന്റെ വാക്കുകൾ മാത്രം മതി. അതേമാതിരി അനിയൻ്റെ മക്കൾ, വാപ്പാൻ്റെ അനിയൻ്റെ കുടുംബം, അതേമാതിരി നമ്മളെ അളിയനുണ്ട്, അളിയനും കുടുംബം, അങ്ങനെ 10, 12, 13 ആൾ നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ പോയതാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല? ഇല്ല, ഇതുവരെ ആരെയും കിട്ടിയിട്ടില്ല. ആരെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല? രക്ഷപ്പെട്ടത് ഒരാൾ ഉണ്ടാക്കുന്ന അനിയൻ്റെ ഭാര്യയാണത് കിടക്കുന്നത്. നിങ്ങൾ ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു? ഞാൻ അവിടെ അല്ല താമസം, ഞാൻ ഇവിടെ കൽപ്പത്തൂർ വയലിലാണ്, കൽപ്പറ്റയാണ് താമസം. ഇവരെന്താ പറയുന്നത് ഈ സംഭവത്തെക്കുറിച്ച്? എന്താ നേരിട്ട് കണ്ടവർ പറയുന്നത്? അവർക്ക് നമ്മൾ ചോദിക്കാൻ, അവരടുത്ത് നമുക്ക് ചോദിക്കാനൊരു സമയം കിട്ടിയിട്ടില്ലല്ലോ, അതാണ് നമ്മളെ അവസ്ഥ. അതിൻ്റെ ഒരു ഭീതി മാറിയിട്ടുണ്ടാവില്ല. അപ്പം അവരുടെ വീടൊക്കെ പൂർണ്ണമായിട്ട് ഒരു പ്രദേശം മൊത്തം ഇല്ല, ഒരു നാടില്ല. എങ്ങനെ സാധാരണ നമ്മളെ കളി മൈതാനല്ലേ, അങ്ങനെ മുണ്ടക്കൈ. ദുരന്ത ഭൂമിയിൽ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ക്യാമറയുമായി നടക്കുന്ന മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ദുരന്തത്തിന്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ നമ്മളിൽ എത്തിക്കുന്നത്, നിസ്സംശയം പറയാം. എന്നാലും ചിലപ്പോഴെങ്കിലും ഈ മാധ്യമ പ്രവർത്തകർ മനുഷ്യത്വം എന്ന ഒരു വാക്ക് മറക്കുന്നുവോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട്, സ്വന്തക്കാരും ബന്ധക്കാരും എല്ലാം നഷ്ടപ്പെട്ട് എവിടെയാണോ മരിച്ചുപോയോ എന്നറിയാൻ വയ്യാത്ത നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരോട് വീണ്ടും വീണ്ടും കുത്തി ചോദിച്ച് അവരുടെ സങ്കടങ്ങൾ ക്യാമറയിൽ പകർത്തുന്ന മാധ്യമങ്ങളെ കാണുമ്പോൾ പലപ്പോഴും റേറ്റിംഗിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് എന്ന് തന്നെ RR ടോക്സിന് തോന്നിയിട്ടുണ്ട്. നോക്കാൻ പറ്റില്ല, എന്റെ കുട്ടികളൊക്കെ പോയില്ലേ, ഒരു കുടുംബേ പോയി, എന്റെ പേരക്കുട്ടി പോയി, എല്ലാവരും പോയി, എന്റെ കൂടപ്പറപ്പുകളും കുടുംബങ്ങളൊക്കെ പോയി. 1 മണിക്ക്, രാത്രി 1 മണിക്കാണ് അവിടെ ഞങ്ങളൊക്കെ പാടിയിലാണ്, ചൂരമലാണ് ഇരിക്കുന്നത്. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഞങ്ങളെ വീട്ടില് ഞങ്ങൾ 2 ആളുള്ളൂ, ഭാര്യയും ഭർത്താവും, മക്കള്, പേരക്കുട്ടികള് ഒക്കെ ഉണ്ട്. അവര് അപ്പുറത്തെ പുഴ വേറെ സൈഡാണ് അവരിയ്ക്കുന്നത്. അവരുടെ വീട്ടിലാണോ ഈ എല്ലാം മണ്ണും ഒക്കെ മേടിച്ചു വന്നത്? വേറെ വീടേ ഇല്ല. ഞങ്ങൾ 9 കുടുംബം ഉണ്ടായി അവിടെ. ആ വീട്ടിൽ അനിയൻ്റെ വീട്ടിലായിരുന്നു ഉള്ളത്. അവര് മേലെ ഇരിക്കുന്നുണ്ടായി, വെള്ളം ഇങ്ങനെ വരൂല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നതാണ്. ഇരുന്നപ്പോൾ ഉണ്ട് ഇവര് അങ്ങനെ വെള്ളത്തോട് അടിച്ചു പോയി, എല്ലാവരും പോയി, എൻ്റെ കുട്ടികളും പേരക്കുട്ടിയൊക്കെ പോയി. എത്ര പേരുണ്ടായിരുന്നു? അതിൽ 9 ആളായിരുന്നു. ദുരന്തമുഖത്ത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആൾക്കാരെല്ലാം കൈകോർത്ത് പിടിച്ച് ഓരോ ജീവനും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുന്ന പുതിയ വിവാദം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണോ വേണ്ടയോ എന്നുള്ളതാണ്. നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമാകട്ടെ, വിശ്വാസം എന്തുമാകട്ടെ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ നേരിട്ടോ അല്ലാതെയോ ഓരോ മലയാളിയെ കൊണ്ടും കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്യുക എന്നതാണ് നമ്മൾ ഓരോരുത്തരുടെയും ധർമ്മം. ഏറ്റവും പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പുറകെ ഗവർണറും സംഭവസ്ഥലം സന്ദർശിക്കുന്നു എന്നാണ്. നേതാക്കന്മാരാകട്ടെ, മന്ത്രിമാരാകട്ടെ, ഗവർണർമാരാകട്ടെ സംഭവസ്ഥലം സന്ദർശിക്കുന്ന പരിപാടി ഒഴിവാക്കുകയാണ് വേണ്ടത്. തീർച്ചയായും Z കാറ്റഗറി സെക്യൂരിറ്റിയുള്ള ഇവരെ പോലെയുള്ളവർ സംഭവസ്ഥലം സന്ദർശിക്കുമ്പോൾ സംഭവത്തിൽ ഗുരുതരാവസ്ഥയിൽപ്പെട്ട ആൾക്കാരെ സംരക്ഷിക്കേണ്ട പോലീസിന് ഇവരുടെ സുരക്ഷിതത്വവും ലോ ആൻഡ് ഓർഡറും ഏറ്റെടുക്കേണ്ടി വരുന്നത് തികച്ചും പരിതാപകരമായ ഒരു സാമൂഹിക അവസ്ഥയാണെന്ന് പറയാതെ വയ്യ. തങ്ങളുടെ ഓഫീസിലിരുന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും സംഭവങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും ഗവർണറുമൊക്കെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സാധ്യമായതൊക്കെ അവിടെ ചെയ്തു കഴിയുന്നത് വരെ സംഭവസ്ഥലം സന്ദർശിക്കാതിരിക്കുന്നതായിരിക്കും ഉചിതം. പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഓരോ ആത്മാക്കൾക്കും നിത്യശാന്തി നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉറ്റവരെയും ഉടയവരെയും എല്ലാം നഷ്ടപ്പെട്ട സാധാരണക്കാരന്
ഇനി ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ശക്തിയും സർവേശ്വരൻ നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് തൽക്കാലം RR ടോക്സ് നിർത്തുന്നു. അടുത്ത